വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് അഥവാ VFAയുടെ റാങ്ക് ലിസ്റ്റ് കഴിഞ്ഞ പ്രാവശ്യം നടന്ന എക്സാമിൻ്റെ ഏകദേശം 2027 കൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ എന്തായാലും 2025 അവസാനത്തോടു കൂടെ തന്നെ നമുക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ ഈ വർഷം പ്രതീക്ഷിക്കാം. അപ്പോൾ ഈ വർഷം അവസാനമാകുമ്പോഴത്തേക്കും അടുത്തൊരു നോട്ടിഫിക്കേഷനും എക്സാം പ്രോസസ്സും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം 2027 കൂടെ തന്നെ കഴിഞ്ഞ റാങ്ക് ലിസ്റ്റ്, അതായത് 2021 കഴിഞ്ഞ നോട്ടിഫിക്കേഷൻ വന്നത്. പക്ഷേ 2023 എക്സാം നടന്നത്, കൊറോണയും മറ്റു കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ 2023 റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി ഏകദേശം 2027 ആവുമ്പോൾ അവസാനിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2025 അവസാനത്തോടുകൂടെ നമുക്ക് VFAയുടെ അടുത്ത നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ VFA എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ജോലി എന്ന് പറയുന്നത് ഒരു ഡൗട്ടായിരിക്കും അല്ലേ? എന്താണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ജോലി എന്ന് പറയുന്നത്? അപ്പോൾ ഒരു വില്ലേജ് ഓഫീസ്, ആ ഒരു വില്ലേജ് ഓഫീസിൽ ഏറ്റവും മേജർ ആയിട്ടുള്ള പോസ്റ്റ് എന്ന് പറയുന്നത് വില്ലേജ് ഓഫീസർ. ആ വില്ലേജ് ഓഫീസറിൻ്റെ കീഴിൽ വരുന്നത് വില്ലേജ് അസിസ്റ്റൻറ്റുകളാണ്. ഈ വില്ലേജ് അസിസ്റ്റൻറ്റുകളുടെയും കീഴിലാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റുകൾ വരിക. ഓക്കെ, VFA എന്ന് പറയുന്നത്. അപ്പോൾ VFAയുടെ ജോലി, വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ ജോലി എന്ന് പറയുന്നത് ഈ തൊട്ടു മുകളിലുള്ള വില്ലേജ് അസിസ്റ്റൻസിനെ സഹായിക്കുക എന്ന് പറയുന്നതാണ്. ഓക്കെ, അവരെ ടാക്സ് പിരിക്കുന്ന കാര്യങ്ങൾക്ക് സഹായിക്കുക, അതുപോലെ തന്നെ ഫീൽഡ് വർക്കുകൾക്ക് പോവുക, അവരോടൊപ്പം തന്നെ പോയി അവരെ കാര്യങ്ങൾക്ക് വേണ്ടി സഹായിക്കുക. അപ്പോൾ വില്ലേജ് ഓഫീസിൽ നടക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ സഹായങ്ങളും ചെയ്യുക എന്ന് പറയുന്നതാണ് ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന പോസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ജോലി. അതുപോലെ തന്നെ നികുതി പിരിച്ച ശേഷം അത് ട്രഷറിയിൽ അടയ്ക്കുക എന്നുള്ളതും ഇവരുടെ ജോലിയാണ്. അപ്പോൾ ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ഓൺലൈനൊക്കെ ആയതുകൊണ്ട് അത്തരത്തിൽ പോയി അടയ്ക്കുക എന്ന് പറയുന്നതിനൊക്കെ കുറേകൾ മാറ്റം വന്നിട്ടുണ്ടാവാം. പക്ഷേ ജോലി എന്ന് പറയുന്നത് ഇതാണ്, നികുതി പിരിക്കാനായിട്ട് വില്ലേജ് അസിസ്റ്റൻസുകളെ സഹായിക്കുക, അതുപോലെ തന്നെ ഫീൽഡ് വർക്കിലും ഇവരെ സഹായിക്കുക എന്ന് പറയുന്നതാണ് മെയിനായിട്ടുള്ള ഇവരുടെ ജോലി എന്ന് പറയുന്നത്. ഇനി പ്രൊമോഷൻ സാധ്യത എന്ന് പറയുമ്പോൾ പ്രൊമോഷൻ സാധ്യതകൾ VFAയ്ക്ക് പൊതുവെ കുറവാണ്. ഓക്കെ, ഒരു പ്രൊമോഷനിലേക്ക് അല്ലെങ്കിൽ തൊട്ടടുത്ത പോസ്റ്റ് ഏതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് പറയാൻ സാധിക്കില്ല. ആകെ വരുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഗ്രേഡ് ചേഞ്ച് ആണ്. ഓക്കെ, സാലറിയിൽ ഗ്രേഡിൽ മാറ്റം വരിക എന്നല്ലാതെ ഒരു പ്രൊമോഷൻ സാധ്യത ഇതിൽ കാണാൻ പറ്റില്ല. പക്ഷേ അതേ വിദ്യാഭ്യാസ യോഗ്യതയിൽ തന്നെ വന്നിട്ടുള്ള വില്ലേജ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന ജോലിക്ക് ധാരാളം പ്രൊമോഷൻ സാധ്യതകളുണ്ട്. അവർക്ക് UDC ലെവലിലേക്കോ വില്ലേജ് ഓഫീസർ ലെവലിലേക്കോ എല്ലാം പ്രൊമോഷൻ കിട്ടി ഉയരാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് ആ ഒരു പോസ്റ്റിൽ തന്നെ തുടരുക എന്നുള്ളത് മാത്രമേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഗ്രേഡിൽ മാറ്റം വരും. ഓക്കെ, സാലറി ഗ്രേഡിൽ മാറ്റം വരും എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയിൽ, ഈ ഒരു ജോലിയിൽ കയറിക്കഴിഞ്ഞാൽ അവിടെ ഇരുന്നു കൊണ്ട് മറ്റുള്ള പരീക്ഷകൾ എഴുതാം എന്നുള്ളതും ഒരു സാധ്യതയാണ്. ഈ ജോലിയിൽ ഇരുന്നു കൊണ്ട് തന്നെ മറ്റു പരീക്ഷകൾ എഴുതി കയറാം എന്നുള്ളതാണ് ഒരു സാധ്യത. അല്ലാതെ ഈ ജോലിയിൽ നേരിട്ടൊരു പ്രൊമോഷൻ സാധ്യതകൾ വരുന്നില്ല. അപ്പം ഒരേ ജോലി, ഒരേ രീതിയിലുള്ള വിദ്യാഭ്യാസ യോഗ്യതയിൽ നിന്നുകൊണ്ട് തന്നെ ഉള്ള വില്ലേജ് അസിസ്റ്റൻറ്റും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റും തമ്മിലുള്ള ഈ ഒരു വ്യത്യാസം എപ്പോഴും ഉദ്യോഗാർത്ഥികൾക്കിടയിലുള്ളൊരു സംശയമാണ്. VFAയ്ക്ക് പ്രൊമോഷൻ വരുന്നില്ല, എന്നാൽ വില്ലേജ് അസിസ്റ്റൻറ്റിന് പ്രൊമോഷൻ സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ജോലി സാധ്യതയും പ്രൊമോഷൻ സാധ്യതയും. ഓക്കെ, VFAയ്ക്ക് പൊതുവെ പ്രൊമോഷൻ സാധ്യതകൾ കുറവാണ്, അല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം. ആകെ വരുന്നത് ഗ്രേഡിൽ വരുന്ന, സാലറി ഗ്രേഡിൽ വരുന്ന മാറ്റം മാത്രമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ സെക്രട്ടേറിയറ്റ് OA മെയിൻസ് ഒക്കെ വരികയാണ്. അപ്പോൾ അതിനൊക്കെ ശേഷം നിങ്ങൾ ഏത് പരീക്ഷയ്ക്കാണ് അടുത്തത് പഠിച്ചു തുടങ്ങേണ്ടത് എന്നുള്ള ഒരു സംശയത്തിലാണെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിന് നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാം. ഓക്കെ, അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ പോലെ തന്നെ ഉള്ളൊരു എക്സാമാണ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്. അപ്പോൾ ഈ ഒരു വർഷം അവസാനത്തോടു കൂടെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിനും കൂടെ പഠിച്ചു തുടങ്ങാവുന്നതാണ്. നോട്ടിഫിക്കേഷന് മുന്നേ തുടങ്ങുക. എന്തായാലും ഈ ഒരു വർഷം അവസാനത്തോടെയോ അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യത്തോടെയോ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ VFAയ്ക്കായിട്ട് എല്ലാവരും പഠിച്ചു തുടങ്ങുക. പ്രൊമോഷൻ സാധ്യതകളില്ലെങ്കിലും നല്ലൊരു അവസരമാണ്. അത്യാവശ്യം സാലറി പാക്കേജ് എല്ലാം ഉള്ളൊരു ജോലി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു അവസരമായിട്ട് തന്നെ കണ്ട് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിനുള്ള പ്രിപ്പറേഷൻ എത്രയും വേഗം തുടങ്ങുക. എല്ലാവർക്കും വിജയാശംസകൾ നേരെയാണ്. താങ്ക് യു.